ഹായ് തെസ്നിംസ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു റെയിൻബോ കേക്കാണ്. ക്രെപ്പ് റെയിൻബോ കേക്ക്. ക്രെപ്പ് യൂസ് ചെയ്തിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. ഓവണോ ബീറ്ററോ ഒന്നും യൂസ് ചെയ്യാതെ പാനിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കേക്കാണ്. ഇതിനധികം എഫേർട്ടോ ഒരു ശരിയാവില്ല എന്നോ കേടുവരുമെന്നോ പൊങ്ങി വരുമോ ഇങ്ങനെ കുറേ ഡൗട്ട്സാണ് കേക്ക് ഉണ്ടാക്കും. അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇതിൽ കേക്കിൽ വരുന്നില്ല. ഇതെൻ്റെ ക്ലാസ്സിൻ്റെ ആഡ്സാണ്. ഓൺലൈൻ വീഡിയോ ഇൻട്രാക്റ്റീവ് ക്ലാസ്സാണ്. നിങ്ങളാണ് കുക്ക് ചെയ്യണത്. ഒരുപാട് പേര് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ഒരുപാട് പേര് ഇനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ സ്റ്റുഡൻറ്റ് ഷാനിബ കണ്ണൂർ ഉണ്ടാക്കിയിട്ടുള്ള ചോക്ലേറ്റാണ് ബിസിനസ്സിന് വേണ്ടിയിട്ട്. കഴിഞ്ഞ ദിവസം ബ്രെഡ് ക്ലാസ് അറ്റൻഡ് ചെയ്ത ഷെമി എറണാകുളം ചെയ്താണ്. അവൾ ക്ലാസ് അറ്റൻഡ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ സെയിൽ തുടങ്ങി. അപ്പോൾ എൻ്റെ സന്തോഷത്തോടു കൂടി എനിക്ക് അയച്ചു തന്നതാണ്. ഈ എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസ് ഉണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് ബിരിയാണി ക്ലാസ്സസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലം കേക്കിൻ്റെ ക്ലാസ് കൂടുതൽ നടക്കുന്നുണ്ട്. പ്ലം കേക്ക് എന്ന് പറയുമ്പോൾ 1 വർഷം വരെ കേടുവരാതിരിക്കുന്ന ഫ്രൂട്ട്സാണ്. ഫ്രൂട്ട്സ് മേക്കിംഗ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ 1 വർഷം വരെ ആ ഫ്രൂട്ട്സ് കേടുവരില്ല. അതേപോലെ തന്നെ ആ കേക്ക് 6 മാസം വരെയും കേടുവരില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം 2 മുട്ട ഒരു മിക്സി ജാറിലേക്ക്, 1/4 കപ്പ് പഞ്ചസാര, 2 കപ്പ് മൈദ, 2 കപ്പ് മൈദ, 2.25 കപ്പ് വരെ ചേർക്കാം. മിൽക്ക് 1/2 ലിറ്റർ. ഇതിലേക്ക് 1/3 കപ്പ് മെൽറ്റഡ് ബട്ടർ. ചൂടുണ്ടാവരുത്, ഒട്ടും ചൂടില്ലാത്തതായിരിക്കണം. 1/3 കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ടേബിൾ സ്പൂൺ. ഒരു നുള്ളുപ്പ് ചേർക്കണം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 6 ബൗളിലേക്ക് ഈക്വലായിട്ട് ഒഴിക്കാം. കുറച്ച് വയലറ്റ് കളറാണ്. ഇതിൽ പൗഡർ കളർ കുറച്ച് മെൽട്ടാവാനുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടെ മിക്സ് ചെയ്യുമ്പോൾ അത് നന്നായിട്ട് മിക്സ് ആയിക്കോളും. യെല്ലോ ഫുഡ് കളർ, ഓറഞ്ച്, റെഡ് ജെൽ കളറാണ്. അതാകുമ്പോൾ പെട്ടെന്ന് മിക്സ് ആവും. ഈ പൗഡർ കളർ മിക്സ് ആവാൻ ഇത്തിരി സമയം എടുക്കും. ഗ്രീന്, ബ്ലൂ ലിക്വിഡാണ്. ഇപ്പം എല്ലാ കളേഴ്സ് കിട്ടി. ഇൻഡിഗോ കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബ്ലൂവും കുറച്ച് റെഡും കൂടെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ 6 കളറിലേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ആദ്യം നമ്മൾ കുറച്ച് ബട്ടർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാവ് ഒഴിക്കുന്നതിന് മുമ്പ് മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. 3-1 എടുത്തിട്ട് ഒഴിക്കും. ഓരോ കളർ മാവിൽ നിന്നും 3 ക്രെപ്പ് വെച്ചാണ് ചെയ്യുന്നത്. റെഡ് 3, യെല്ലോ 3, അങ്ങനെ 3 ക്രെപ്പ് വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ചെറിയ തീയിൽ വെച്ചാൽ മതി. പാൻ നല്ല ചൂടായ ശേഷം ബട്ടർ തേക്കുക. എന്നിട്ട് ചെറിയ തീയിൽ വയ്ക്കുക. അതിങ്ങനെ സൈഡൊക്കെ ആയി നടുവിലൊരിത്തിരി ആവാൻ കുറവാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് മറിച്ചിടാം. സൈഡിൽ നിന്ന് ഇങ്ങനെ ആയി വരുന്നത് കാണുന്നില്ലേ? അതേപോലെ ആയിട്ട് നടുവിൽ അധികം ആവുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്കത് മറിച്ചിടാം. കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നടുവിൽ മുഴുവനായിട്ടില്ല. അപ്പോൾ നമുക്കത് ഫ്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടുവിൽ കുറച്ചാവാൻ ബാക്കിയുണ്ട് കേട്ടോ. ആ സമയത്താണ് മറിച്ചത്. ഇങ്ങനെ എല്ലാ കളറും ചെയ്തെടുക്കാം.
എല്ലാ കളറും ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞു. ഇനി ഓരോ കളർ വീതം വെച്ച് ഇതേപോലെ ഒരു അല്ലെങ്കിൽ അണീവണായിട്ടാണ് ഉണ്ടാവുക സൈഡൊക്കെ. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. നമുക്കത് സെറ്റ് ചെയ്ത് വെക്കാം. 2 കപ്പ് വിപ്പിംഗ് ക്രീം, നല്ല സ്റ്റിഫായി എടുത്തിട്ടുണ്ട്. ആദ്യം വയലറ്റ്, ഒരു തിൻ ലെയർ മതി, കാരണം കുറേ ലാസ്റ്റ് പീസും വെച്ചു. സ്റ്റാർ നോസിലാണ്.
കംപ്ലീറ്റ് ആയി. നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ആയതിനു ശേഷം കട്ട് ചെയ്യാം. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ല കേക്ക്. നമുക്ക് ബേക്കിംഗ് ഒന്നും വരുന്നില്ല. നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയില്ലേ? ഇനി ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.